അടുത്തത് മകരക്കൂറാണ്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദം, തിരുവോണം, അവിട്ടത്തര, അവിട്ടത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് മകരക്കൂറ്. ഇവരുടെ ലഗ്നത്തിലാണ് ചതുർഗ്രഹ യോഗം വരുന്നത്. ശുക്രനും ബുധനും ചൊവ്വയും സൂര്യനും കൂടെ വരുന്ന സൂര്യനും ഒന്നിച്ച് ലഗ്നത്തിൽ വരുന്ന കാലമാണ്. പല പുതിയ പദ്ധതികളും അവർ പ്ലാൻ ചെയ്യും, അത് നടപ്പിൽ വരുത്താനുള്ള സാഹചര്യങ്ങളും കാണുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് ഉള്ള വരുമാനത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. വരുമാനം ചെലവുകളെ നിയന്ത്രിച്ചാൽ മാത്രമേ ഇതിനു വേണ്ടിയിട്ടുള്ള ഇങ്ങനെയുള്ളതായിട്ടുള്ള നൂതനമായിട്ടുള്ള പദ്ധതികൾക്ക് വേണ്ടതായിട്ടുള്ള ധനം സ്വരൂപിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ജോലിയും മറ്റുമൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ്. എള്ള് തിരി കത്തിക്കുക മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്യാവുന്നതാണ്. ശനീശ്വരായ നമഃ എന്ന് ശനി മന്ത്രം ജപിക്കുന്നതും ഉത്തമമാണ്. അതുപോലെ തന്നെ വൃദ്ധരായിട്ടുള്ള ആൾക്കാർക്ക് അന്നദാനം നടത്തുകയും ഒക്കെ നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ്.